നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനും സ്കൂൾ സിസ്റ്റത്തിനും എതിരെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അതിൽ എനിക്ക് തോന്നുന്നു 12th കഴിഞ്ഞ സ്റ്റുഡൻസ് എങ്ങനെ ചിന്തിക്കണം, വാട്ട് ഷുഡ് ദേ ഡു എന്ന് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അതിന് എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസം കൊണ്ട് എനിക്ക് ഏതാണ്ട് ഒരു 200 മെസ്സേജസോ അതിന് മുകളിൽ 300K 400K 500K വ്യൂസും ഒക്കെ കിട്ടിയ ഒരു വീഡിയോ ആണത്. അപ്പം അതിനുശേഷം ഏറ്റവും കൂടുതൽ സ്കൂൾ സ്റ്റുഡൻസ് അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മെസ്സേജ് അയക്കുന്ന ചോദിക്കുന്നതായിട്ടുള്ള മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് 16 വയസ്സുള്ളവർ അല്ലെങ്കിൽ 17 വയസ്സുള്ളവർ ഏറ്റവും കൂടുതൽ എനിക്ക് മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞാൽ 16 വയസ്സുള്ളവർക്ക് എങ്ങനെ കാശ് ഉണ്ടാക്കാൻ പറ്റും, ഞങ്ങൾക്ക് ഡിഗ്രി വേണ്ട, വീട്ടുകാർ സമ്മതിക്കത്തില്ല, വീട്ടുകാരുടെ ശല്യം കാരണമാണ് സ്കൂളിൽ പഠിക്കാൻ പോകുന്നത്, ഇല്ലെങ്കിൽ സ്കൂളും +2 ഡിഗ്രി എല്ലാം ഡ്രോപ്പ് ചെയ്തേനെ, വീട്ടുകാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പം അതിൽ ഒരുപാട് കുട്ടികൾ നമുക്ക് വൈ ഡിഗ്രി ജോയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം സുബിൻ SP അതുപോലെ CEO by degree we are into digital businesses and we are running an online digital businesses education platform. അവിടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കോഡിംഗ്, ഫിറ്റ്നസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ആൻഡ് വി ടീച്ച് പീപ്പിൾ അല്ലെ സ്റ്റുഡൻസ് ഓൺ ഹൗ ടു മേക്ക് മണി. ബൈ ഡിഗ്രി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് പറയുമ്പം ഡിജിറ്റൽ ബിസിനസ്സസ് എന്നുള്ളതാണ്. ഹൗ ടു മേക്ക് മണി ഓൺലൈൻ ത്രൂ ഡിജിറ്റൽ ബിസിനസ്സസ്. അതിൽ ഫൈനാൻസ് ഉണ്ട്, സ്റ്റോക്ക് ട്രേഡിംഗ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, കോഡിംഗ് ഉണ്ട്, ഡെവലപ്മെൻറ്റ് ഉണ്ട്, പിന്നെ ഫിറ്റ്നസ് ഉണ്ട്. അതുപോലെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ബിസിനസ് മാസ്റ്ററി, മാർക്കറ്റിംഗ് മാസ്റ്ററി, സെയിൽസ് മാസ്റ്ററി, എങ്ങനെ കാര്യമായിട്ട് സംസാരിക്കണം, എങ്ങനെ മാർക്കറ്റ് ചെയ്യണം ഒരു ബിസിനസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിപ്പിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രാക്ടിക്കൽ MBA എന്നുള്ള രീതിയാണ്. കാരണം MBA പഠിച്ച ഒരാൾക്ക് ബിസിനസ് ചെയ്യാൻ പലരും ചെയ്യാറില്ലല്ലോ. അപ്പോൾ 2 വർഷം അതിന് വേണ്ടി കളയും. പക്ഷേ നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ഇത്ര മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ ഇത്ര പൈസ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷൻ. കാരണം ഇത് എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഡിഗ്രീസ് ഡോണ്ട് വേസ്റ്റ് ടൈം ഓൺ കോളേജസ്, ഡോണ്ട് വേസ്റ്റ് ടൈം ഓൺ സ്കൂൾസ്, മേക്ക് മണി. കാരണം ഇതാണ് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം. നമ്മളെന്താ ജോലിക്ക് പോകുന്ന എന്തിനാ? കാശുണ്ടാക്കുക, ശമ്പളം മേടിക്കാൻ. അപ്പം ഇതേ കാര്യം നിങ്ങൾ ഒരു ദിവസം 10 മണിക്കൂർ വേറൊരാൾക്ക് വേണ്ടി പണിയെടുക്കുന്ന പണി നിങ്ങൾക്ക് വേണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ 1000 മേടിക്കുന്നത് നിങ്ങൾക്ക് കോടികളുണ്ടാക്കാം. സോ ഇതാണ് നമ്മുടെ കമ്പനിയുടെ ഒരു വിഷൻ. ഈ പറഞ്ഞ പോലെ ഉള്ള സ്റ്റുഡൻസ് ഒക്കെ മെസ്സേജ് അയക്കുന്നവരെ ഐ വോണ്ട് ടു എസ്കേപ്പ് ദ മെട്രിക്സ് എന്ന് പറയും. സോ ഹെൽപ്പിംഗ് യു എസ്കേപ്പ് ദ മെട്രിക്സ്. അതാണ് വൈ ഡിഗ്രി ചെയ്യുന്നത്. ഈ പറയുന്ന 16 വയസ്സുള്ളവർക്കും 17 വയസ്സുള്ളവർക്കും നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലുള്ള ലിമിറ്റേഷൻസ് ഒരുപാടാണ് എനിക്കറിയാം. കാരണം നിങ്ങളുടെ ഫാമിലിയാണ് ഏറ്റവും വലിയ ലിമിറ്റേഷൻ. കാരണം അവർ പറയും നിങ്ങൾ പഠിച്ച് ഡിഗ്രി മേടിക്ക് ജോലിക്ക് പോകും, ഇതേ അവർ പറയുള്ളൂ, എനിക്കറിയാം. അതല്ലാതെ പറയുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ ആണെങ്കിലും ഈ പറഞ്ഞ ഇൻ്റർവ്യൂസ് ഒക്കെ സ്പാർക്കിൽ വന്ന ഇൻ്റർവ്യൂ കണ്ടിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് ഒരുപാട് പേരൻസ് ഉണ്ട്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വൈ ഡിഗ്രിയുടെ വിഷൻ. അപ്പം അത് നമ്മുടെ മക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും ചെയ്യും എന്ന് പറയുന്ന ഒരു കുറേ പേരൻസ് ഉണ്ട്. അപ്പം അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ എന്നാലും ഒരു മെജോറിറ്റി ആൾക്കാരും ഇതേപോലെ സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം, ഡിഗ്രി പഠിക്കണം, നീ വേറെ ഒന്നിനും പോകണ്ട, ഡിഗ്രി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് പിള്ളേരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും കേൾക്കാൻ പേരൻസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ മക്കൾ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് തരാനുള്ള ഐഡിയാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 16 വയസ്സ് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളുണ്ട്. കാരണം ഈ ലിമിറ്റേഷനിലൊക്കെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ അവസാനം പറയാം. അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്രീലാൻസിങ് എന്ന് പറയുന്ന കാര്യമാണ്. കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന് ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് AI ടൂൾസ് അവൈലബിൾ ആണ്, ക്യാൻവ അവൈലബിൾ ആണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ വൈ ഡിഗ്രിയിൽ AI ടൂൾസ് പഠിപ്പിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്റ്റുഡൻസിന് എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഫ്രീലാൻസ് ചെയ്യാനും ബിസിനസ്സസ് ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് AI എന്ന് പറഞ്ഞ പർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മൾ പഠിപ്പിക്കുന്നതിന്. AI ടൂൾസ്, കണ്ടന്റ് ക്രിയേഷൻ, ബിസിനസ്, വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെയുള്ള വഴി നിങ്ങൾക്ക് ഒരു ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നവരാണ് റീച്ച് ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുമെന്ന് പറയാം. ഒരു പോസ്റ്റർ ഉണ്ട്, നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ഇത്ര രൂപ വെച്ച് വാങ്ങിക്കാം. അങ്ങനെ ഒരു 10 പോസ്റ്റർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ ഉണ്ടാക്കി കഴിഞ്ഞു. കാരണം ഒരു ഏറ്റവും ബിഗിനർ ലെവലിൽ ചിന്തിക്കുകയാണെന്ന് വെച്ചോ, നിങ്ങളൊരു പോസ്റ്റിന് നിങ്ങളൊരു 300 രൂപയാണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾ 8 പോസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3000 രൂപ ഉണ്ടാക്കാം. അത്രയും സിമ്പിളാണ് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ. കാരണം 18 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ബേസിക് നിങ്ങൾ തുടങ്ങുമ്പോഴത്തേക്ക് ഈ പറഞ്ഞാൽ കോടികളെ പറ്റിയിട്ടല്ല, നിങ്ങൾക്ക് ബേസ് ലെവലിൽ ചിന്തിക്കാം. നിങ്ങൾക്ക് 100 രൂപ കയ്യിലുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ ആദ്യം 100 രൂപ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുക, പിന്നെ 1000 രൂപ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുക, 10000 രൂപ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുക, അതിനുശേഷം 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി, 10 കോടി അങ്ങനെ ചിന്തിക്കുക. ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫ്രീലാൻസിങ്. അതേപോലെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഗ്രാഫിക് ഡിസൈനിങ് എന്നുള്ളതല്ല, വീഡിയോ എഡിറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ കോളേജ് പഠിച്ച സമയത്തൊക്കെ എനിക്ക് പോക്കറ്റ് മണിക്കോ അല്ലെങ്കിൽ എനിക്ക് പൈസയ്ക്ക് വേണ്ടി ഞാൻ ആൾക്കാരെ ട്രെയിൻ ചെയ്യുമായിരുന്നു. അത് എനിക്ക് അറിയുന്ന ഒരു സ്കില്ലാണ്. ഞാനപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഫ്രീലാൻസ് ആയിട്ട് ആൾക്കാർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ കോമ്പറ്റീഷൻ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യേണ്ടവരാണെങ്കിൽ അങ്ങനെ
ഞാൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്യിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ വൈഡിഗ്രി ചെയ്യിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിനാണെങ്കിലും ഇപ്പം വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഏജ് ഓവറായി ഇപ്പം 30 ഇയേഴ്സ് 34 ഇയേഴ്സ് അല്ലെങ്കിൽ 50 ഇയേഴ്സ് 40 ഇയേഴ്സ് ഇതൊക്കെ ഉള്ളവരാണ് ഹെൽത്ത് ഇഷ്യൂസ് സഫർ ചെയ്യുന്നവർക്ക് എല്ലാം ഉള്ള സൊല്യൂഷൻസ് ആയിട്ട് നമ്മുടെ എക്സ്പേർട്ട് ഫിറ്റ്നസ് ഇൻസ്ട്രക്ടേഴ്സ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങൾ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഫ്രീലാൻസ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല് നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് ഫ്രീലാൻസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ളൊരു എമൗണ്ട് നിങ്ങൾ മേടിക്കുക. നിങ്ങൾ തുടങ്ങുമ്പോൾ ചെറിയ എമൗണ്ട് തുടങ്ങുക, പയ്യെ നിങ്ങൾക്ക് വലിയ എമൗണ്ട് ആക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളത്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങളെപ്പറ്റിയും കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല ടോപ്പിക്കുകളാണ്. നിങ്ങൾക്ക് പർട്ടിക്കുലറായിട്ടൊരു സ്കില്ലുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഗ്രാഫിക് ഡിസൈനർ ആണെങ്കിൽ ഡിസൈൻ ബേസ്ഡ് കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു ഫിറ്റ്നസ് ട്രെയിനറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഫിറ്റ്നസ് ബേസ്ഡ് കണ്ടൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. കാരണം കണ്ടൻസിലൂടെ നിങ്ങളെ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യും. നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഇൻകം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് ചെയ്യുന്നതെങ്കിൽ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഇൻകം കിട്ടുന്ന ഒരു കേസാണ് കണ്ടൻറ് ക്രിയേഷനിൽ വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഇപ്പം എൻ്റെ ഒരു ബ്രദറുണ്ട് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫുഡിൻ്റെ ഒരു ചാനൽ തുടങ്ങി, ഒരു പേജ് തുടങ്ങിയിട്ട് ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ 1 മാസം 2 മാസം എന്തോ കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലെ കുറേ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ അവൻ്റെ 2 വീഡിയോ വൈറലായപ്പോഴത്തേക്കും റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് കൊളാബറേഷൻ വീഡിയോയ്ക്ക് വേണ്ടി വിളിച്ചു. അവന് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇത്ര വ്യൂസ് കിട്ടിയ 2 വീഡിയോ കാണിക്കാനുണ്ട്. കാരണം അപ്പോൾ അവൻ ചെല്ലുമ്പോഴത്തേക്കും അവൻ ഇത്ര രൂപ, ചിലപ്പോൾ ഒരു 1000 രൂപ ആയിക്കോട്ടെ, 5000 രൂപ ആയിക്കോട്ടെ, 10000 രൂപ ആയിക്കോട്ടെ. പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഒരു എഫേർട്ടിൽ നിന്ന് കിട്ടിയൊരു എമൗണ്ടാണ്. അല്ലെങ്കിൽ ഒരു 2 മാസത്തെ ഒരു എഫേർട്ടിൽ നിന്നായിരിക്കും ചിലപ്പോൾ അത് കിട്ടിയത്. അത് വലിയൊരു അച്ചീവ്മെൻറ്റാണ്. അപ്പം അങ്ങനെ കണ്ടന്റ് ക്രിയേഷൻ വഴി ഒരുപാട് ബ്രാൻഡ് കൊളാബറേഷൻസ് കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് കിട്ടും. കണ്ടന്റ് ക്രിയേഷൻ അടിപൊളി ഒരു മെത്തേഡാണ്. പിന്നെ ഉള്ളൊരു സംഭവമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം. അത് നമ്മൾ ഇപ്പം കോഴ്സുകളിൽ നമ്മുടെ പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് നമ്മുടെ സ്റ്റുഡൻസ് അവരുടെ വീഡിയോസ് ഉണ്ടാക്കുന്നതും കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാം. അതുപോലെ നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേറൊരാൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ഒരു 10K ഫോളോവേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇതേ കാര്യം നിങ്ങൾക്ക് വേറൊരാൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും ഒരു എമൗണ്ടിന്. അപ്പം അങ്ങനെ ചിന്തിക്കുക, അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുക. നിങ്ങൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ സെല്ല് ചെയ്യുക. അപ്പം അവിടെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഈ ചെറിയ പൈസകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ എമൗണ്ട് നിങ്ങൾ തുടങ്ങിയാൽ മതി. പയ്യെ വലിയ എമൗണ്ട് നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എമൗണ്ട് കൂട്ടാം, നിങ്ങളുടെ അപ്പോർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് എമൗണ്ട് കൂട്ടാം. ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഏറ്റവും അടിപൊളി എന്ന് എനിക്ക് തോന്നുന്ന 3 ഏരിയാസ് എന്ന് പറയുന്ന ഇതാണ്. പിന്നെ നമ്മൾ ലാസ്റ്റിലേക്ക് പറയാൻ വെച്ച മെയിൻ കാര്യം എന്ന് പറയാം ലേൺ എ സ്കിൽ. കാരണം നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാം കണ്ടന്റ് ക്രിയേഷൻ ചെയ്യണമെങ്കിലോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്രീലാൻസ് ചെയ്യണമെങ്കിലോ ഒക്കെ വേണ്ട നിങ്ങൾക്ക് ഒരു സ്കില്ലാണ്. അപ്പോൾ ആ സ്കില്ല് ഏതാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് നിങ്ങളുടെ വിജയം. പിന്നെ അതിനു വേണ്ടി പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഒരു സ്കില്ലില്ലാതോ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ബിസിനസ് ചെയ്യാനോ കാശുണ്ടാക്കാനോ പറ്റത്തില്ല. ട്രേഡിങ് വരുന്നവരോട് ഞാൻ പറയും, ഓരോരുത്തർക്കും എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് 1 മാസം കൊണ്ട് 50,000 രൂപ ഉണ്ടാക്കാൻ പറ്റുമോ, 10,000 രൂപ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് പിള്ളേർ ചോദിക്കുന്നത്. പക്ഷെ പറ്റില്ല. ചിലർ പറയും ട്രേഡ് ചെയ്യാൻ പൈസ ഇല്ല, ഇപ്പോൾ എനിക്ക് ട്രേഡിങ് പഠിക്കണം. ട്രേഡ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ പൈസ ഇല്ലാത്ത ഒരാൾ ട്രേഡിങ് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പറ്റുന്ന കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങൾ അതനുസരിച്ച് പഠിക്കുക, കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാശുണ്ടാക്കാൻ പറ്റും. 16 വയസ്സുള്ള 17 വയസ്സുള്ള 18 വയസ്സുള്ള 20 വയസ്സുള്ളവരായിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾക്കെല്ലാം ഒരു കോളേജ് സ്റ്റുഡൻസിനാണെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. അത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനൊരു ലിവിങ് എക്സാമ്പിളാണ് ഞാൻ. അപ്പം അതിന് എനിക്ക് ഇൻകം ഉണ്ടായിട്ടുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ഓർ ഇൻ മൈ ഇൻസ്റ്റാഗ്രാം DM. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇങ്ങനത്തെ കണ്ടൻറ്റ്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഇവിടെയായിട്ട് മെസ്സേജ് ചെയ്ത് പറഞ്ഞാൽ മതി. അങ്ങനെയുള്ള കണ്ടൻറ്റ്സ് നമ്മൾ എന്തായാലും ചെയ്യും. അതേപോലെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഐ വിൽ സീ യു ഓൺ അനദർ വീഡിയോ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.